പരമാവധി 8 ദിവസത്തെ ദൗത്യത്തിനായി പോയി 9 മാസത്തോളം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ തങ്ങേണ്ടി വന്നു സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും. ഇപ്പോഴിതാ സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി. ഇന്ത്യൻ സമയം പുലർച്ചെ 3:30 ഇവരെ വഹിച്ചുകൊണ്ട് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം ഫ്ലോറിഡ തീരത്തിനു സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഇറങ്ങിയത്. അങ്ങനെ 2025 മാർച്ച് 19 ബുധൻ എന്ന ദിവസത്തെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായമായി എഴുതി ചേർത്തു. ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസ്, ബുച്ച് വിൽമോർ, നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബനോവ് എന്നീ ബഹിരാകാശ യാത്രികരാണ് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകത്തിൽ ഭൂമിയിലേക്ക് എത്തിയത്. കടൽപ്പരപ്പിലിറങ്ങിയ പേടകത്തിന്റെ വാതിൽ തുറന്നു. 4:25 യാത്രികരെ ഓരോരുത്തരെയായി പുറത്തിറക്കി. ഇവരെ പ്രത്യേക സ്ട്രക്ചറിൽ മെഡിക്കൽ പരിശോധനകൾക്കായി കൊണ്ടുപോയി. 2024 ജൂൺ 5 സുനിതയും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തിയത്. ഇവർ പോയ ബോയിങ് സ്റ്റാർലൈൻ പേടകത്തിന് തകരാർ സംഭവിച്ചതിനാലാണ് മടക്കയാത്ര 9 മാസത്തോളം താമസിച്ചത്. ലോകത്ത് ഏറ്റവും അധികം അറിയപ്പെടുന്ന ബഹിരാകാശ യാത്രികരിൽ ഒരാളായ സുനിത വില്യംസ് അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജയാണ്. അതുപോലെ തന്നെ സാഹസികനായ വൈമാനികനും ബഹിരാകാശ യാത്രികരുമാണ് ബുച്ച് വിൽമോർ. സുനിത വില്യംസും ബുച്ച് വിൽമോറും 288 ദിവസമാണ് ഇപ്പോഴത്തെ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് ചെലവഴിച്ചത്. ഇത്രയും ദിവസം ബഹിരാകാശത്ത് തങ്ങിയതിനാൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനനുസരിച്ച് ജീവിക്കാൻ പാകത്തിന് പരിണമിച്ചതാണ് മനുഷ്യ ശരീരം. ഗുരുത്വാകർഷണമില്ലാതെ ബഹിരാകാശത്ത് ജീവിക്കുന്നതിനാൽ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കാം. മൈക്രോഗ്രാവിറ്റിയിൽ ശരീരത്തിന് ഭാരം അനുഭവപ്പെടാത്തതിനാൽ പേശികൾക്കും എല്ലുകൾക്കും ബലക്ഷയം സംഭവിക്കാം. ഇതിന്റെ ഫലമായി ഭൂമിയിലെത്തിയ ഇവർക്ക് ചെറിയ ഭാരം പോലും ഉയർത്താൻ പ്രയാസമാകും. കൂടാതെ തലച്ചോറിന്റെ പ്രവർത്തനം മന്ദഗതിയിലാവുക, ഓർമ്മശക്തി കുറയുക, കാഴ്ചശക്തിയിൽ മാറ്റമുണ്ടാവുക, ഇമ്മ്യൂണിറ്റി കുറയുക, അസഖ്യമായ ചൊറിച്ചിൽ അനുഭവപ്പെടുക തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല ബഹിരാകാശ ജീവിതം മാനസികാരോഗ്യത്തെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. അമേരിക്കയിലെ മുൻ നേവി ഓഫീസറും പരിചയസമ്പന്നയായ ബഹിരാകാശ യാത്രികയുമാണ് സുനിത വില്യംസ്. ബഹിരാകാശ പര്യവേഷണത്തിന് നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകളിലൂടെ നാസയിലെ ഏറ്റവും വിജയികളായ ബഹിരാകാശ യാത്രികരിൽ ഒരാളെന്ന സ്ഥാനവും സുനിത വില്യംസിനുണ്ട്. ടെക്സസിലെ ഹൂസ്റ്റണിലാണ് ഇവർ താമസിക്കുന്നത്. 1965 സെപ്റ്റംബർ 19 ഒഹയോയിലെ യൂക്ലിഡിൽ ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ ദീപക് പാണ്ഡെയുടെയും ഉഷ പാണ്ഡെയുടെയും മകളായി സുനിത വില്യംസ് ജനിച്ചു. അവർ ഫിസിക്കൽ സയൻസിൽ ബിരുദവും എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ മാസ്റ്റർ ബിരുദവും നേടി. അതിനുശേഷം അമേരിക്കൻ നേവിയിൽ ഹെലികോപ്റ്റർ പൈലറ്റായി പ്രവർത്തിച്ചു. 1998 നാസയുടെ ബഹിരാകാശ യാത്രികയുടെ പരിശീലനത്തിൽ സുനിത തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് തന്റെ കരിയർ ആരംഭിക്കുന്നത്. സുനിത തന്റെ ബഹിരാകാശ യാത്രകളിലൂടെ നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ബഹിരാകാശ നിലയത്തിലെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിലും സുനിത വില്യംസ് വിദഗ്ധയാണ്. 2006 സുനിത ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത്. 2012 വീണ്ടും രണ്ടാമത്തെ യാത്ര. ഇപ്പോൾ 2024 ജൂണിൽ 3ാം തവണയാണ് അവർ ബഹിരാകാശ നിലയത്തിലെത്തിയത്. വെറും 8 ദിവസത്തേക്കായിരുന്നു ആ യാത്ര. എന്നാൽ തിരികെ വരാനുള്ള പേടകത്തിന് സാങ്കേതിക തകരാറുണ്ടായതിനാൽ 9 മാസം വരെ സുനിത വില്യംസിനും സഹയാത്രികനായ ബുച്ച് വിൽമോറിനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വന്നു. ബഹിരാകാശ നിലയത്തിൽ മുൻപ് 2 തവണ താമസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ ഏകദേശം 570 ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ചത്. ഇതിലൂടെ ഏറ്റവും പരിചയസമ്പന്നരായ US ബഹിരാകാശ യാത്രികരുടെ പട്ടികയിൽ സുനിത വില്യംസ് 2ാം സ്ഥാനത്തെത്തി. മുൻ ബഹിരാകാശ യാത്രിക പെഗ്ഗി വിറ്റ്സന് മാത്രമാണ് ഇതിനേക്കാൾ കൂടുതൽ സമയം ബഹിരാകാശ നിലയത്തിൽ തങ്ങാൻ സാധിച്ചിട്ടുള്ളത്. 4 യാത്രകളിലൂടെ പെഗ്ഗി വിറ്റ്സൺ 675 ദിവസമാണ് ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ജീവിത സൗകര്യങ്ങളെക്കുറിച്ച് സുനിത വില്യംസ് വിവരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്പേസ് സ്റ്റേഷനിലെ 4 വശങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇതിനുള്ളിൽ ഗ്രാവിറ്റി ഇല്ലാത്തതിനാൽ ഒരിടത്തും നിൽക്കാൻ കഴിയില്ല. ഈ 4 വശങ്ങളിൽ എവിടെ വേണമെങ്കിലും നിൽക്കാം. എന്നാൽ നിലത്ത് ചവിട്ടി നിൽക്കാൻ കഴിയില്ല. ഈ സ്ഥലത്ത് തന്നെ കിടന്നുറങ്ങാനും സാധിക്കും.
അവർക്ക് ഉറങ്ങുന്നതിനായി ഒരു ബാഗ് സ്പേസും കാണാം. സ്പേസ് സ്റ്റേഷനിലെ ബെഡ്റൂമാണിത്. ഇവിടെ ഏതു വശങ്ങളിലേക്കും കിടന്നുറങ്ങാം. തലകുത്തരിയും തല തിരിച്ചോ വശങ്ങളിലേക്ക് തിരിഞ്ഞോ എങ്ങനെ വേണമെങ്കിലും കിടക്കാം. അവിടെ തന്നെ കമ്പ്യൂട്ടറും പുസ്തകങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ 4 വശങ്ങളിലായി തന്നെയുള്ള മറ്റു ബെഡ്റൂം ബാഗുകളും കാണാം. ഇപ്പോൾ അവർ ടൂത്ത് ബ്രഷും പേസ്റ്റും ഉപയോഗിക്കുന്നതും നമുക്ക് കാണാം. വാട്ടർ ബാഗ് തുറക്കുമ്പോൾ വെള്ളം കണികകളായി പറന്നു നടക്കുന്നതും അതിൽ ഒരു കണികയെ അവർ കുടിക്കുന്നതും കാണാം. അടുത്തതായി ലാട്രിനും കാണാം. ഇവിടെ നമ്പർ 1, നമ്പർ 2 2 കാര്യങ്ങളും ചെയ്യാം. ലാട്രിന്റെ വലിപ്പം ചെറുതായതിനാൽ നമ്പർ 2 ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്നാണ് സുനിത വില്യംസ് പറയുന്നത്. കാരണം പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഗ്രാവിറ്റി ഇല്ലാത്തതിനാൽ അതവിടെ പറന്നു നടക്കും. അതിനാൽ നമ്പർ 2 ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണമെന്നും അവർ പറയുന്നു. നമ്പർ 1 ചെയ്യാനുള്ള സംവിധാനമാണിത്. ഇവിടെ കാണുന്നത് ടോയ്ലറ്റ് പേപ്പർ ആണ്. ഇവിടെ ടോയ്ലറ്റിൽ ഡോർ സംവിധാനവുമുണ്ട്.
ഇവിടെ നിന്നും അവർ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. അവിടെ മത്സ്യം, മുട്ട, പച്ചക്കറികൾ, വെള്ളം, ബ്രെഡ്, സ്നാക്സ് എന്നിവയെല്ലാം ഓരോ പാക്കറ്റുകളിലായി സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചു ദിവസം സൂക്ഷിക്കാവുന്ന രീതിയിൽ ഭൂമിയിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണങ്ങളുമുണ്ട്.